കേരള പോലീസിന് എത്ര പഴി കേട്ടാലും അവരെ സംരക്ഷിച്ചു പിടിക്കുന്ന നിലപാടാണ് ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നത്. എന്നാൽ പതിവിലും വ്യത്യസ്തമായി ഗതികെട്ട് മുഖ്യമന്ത്രി തന്നെ പറയുന്നു കേരള പോലീസ് പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്ന്. പോലീസ് കാണിക്കുന്ന അക്രമങ്ങൾ പോലും ന്യായീകരിച്ചിരുന്ന മുഖ്യനുമൊടുവിൽ മനസ്സിലായി തുടങ്ങി ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ ശരിയാകില്ലെന്ന്. പോലീസിന്റെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പറഞ്ഞത്. ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് പോലും സേനയെപ്പറ്റി ഈ അഭിപ്രായമാണെങ്കിൽ പൊതുജനത്തിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? പരാതികളുമായി സ്റ്റേഷനിലെത്തുന്നവർക്ക് തങ്ങളുടെ പരാതിക്ക് പരിഹാരമായി എന്ന ആത്മവിശ്വാസത്തോടെ തിരികെ പോകാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പൊതുജനങ്ങളോട് അടുത്തിടപഴകുന്ന സർക്കാർ സംവിധാനമാണ് പോലീസ്. ആ നിലയിൽ സൂക്ഷ്മതയോടെ വിലയിരുത്തപ്പെടുന്ന വിഭാഗമാണ് പോലീസ്. തികച്ചും സുതാര്യമായ പ്രവർത്തനമാണ് ഉണ്ടാകേണ്ടത്. ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടതെന്നും ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടാത്തതെന്നും തികഞ്ഞ ജാഗ്രത പാലിച്ചിരിക്കണമെന്നും തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡ് അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരോക്ഷമായ കൊട്ടാണെങ്കിലും ഗുണ്ടകളുടെ വിരുന്നുകളിലടക്കം പോലീസുകാർ പങ്കെടുക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനമെന്നതാണ് വാസ്തവം. പരിശീലനം പൂർത്തിയാക്കിയ 448 പോലീസ് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ച ചടങ്ങിലായിരുന്നു പരാമർശമുണ്ടായത്. തൃശൂരിലെ അക്കാദമിയിൽ ഇന്നലെ വൈകിട്ട് നടന്ന ചടങ്ങിൽ കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയനിലെ 290 വനിതകളും KAP 5ാം ബറ്റാലിയനിലെ 158 പുരുഷന്മാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് സേനയുടെ ഭാഗമായത്. കേരള പോലീസ് സേന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സേനയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ പലപ്പോഴും പൊതുജനങ്ങളോട് മോശമായി പെരുമാറുന്ന അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്ന ഗുണ്ടായുസം കാണിക്കുന്ന പോലീസുകാരെ നാം കണ്ടിട്ടുണ്ട്. അത്തരം വാർത്തകൾ നിരവധി തവണ കേട്ടിട്ടുമുണ്ട്. DGP അടക്കം പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്നുള്ള സർക്കുലറുകൾ പലയാവർത്തി ഇറക്കിയിട്ടും നിർദ്ദേശങ്ങൾ നൽകിയിട്ടും പോലീസ് സേനയിലെ അംഗങ്ങൾ ഒന്നും ചെവിക്കൊള്ളാത്ത മട്ടാണ്. മുഖ്യമന്ത്രി പറയുന്നതെങ്കിലും പോലീസിന്റെ ചെവിയിലെത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. മണിക്കൂറുകൾക്കകം നിർണായക കേസിൽ തുമ്പുണ്ടാക്കിയും പ്രതികളെ പിടിച്ചുമൊക്കെ നിരവധി തവണ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് കേരള പോലീസ് സേന. പക്ഷേ പല പോലീസുകാരുടെയും പൊതുജനത്തിനോടുള്ള പെരുമാറ്റ രീതി, അസഭ്യം പറച്ചിൽ, മെക്കിട്ടുകയറ്റമൊക്കെ തീർത്താൽ തീരാത്ത കളങ്കം സേനയ്ക്കുണ്ടാക്കിയിട്ടുണ്ട്. എത്ര നിരപരാധികൾ കസ്റ്റഡി മരണങ്ങൾക്കിരയായിട്ടുണ്ട്, അതുപോലെ പോലീസ് അതിക്രമങ്ങളിൽ എത്ര കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ടെന്ന കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ പോലീസ് ഭീകരതയുടെ ചിത്രം വ്യക്തമാകും. പോലീസിനോടുള്ള ബഹുമാനവും മതിപ്പും കൂടിയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നതെന്ന് പറയാതെ നിർവാഹമില്ല. പ്രതിപക്ഷമടക്കം പോലീസ് കസ്റ്റഡി മരണങ്ങൾ, ആക്രമങ്ങളൊക്കെ സഭയിൽ ഉന്നയിച്ചപ്പോഴും ഒന്നും കേൾക്കാത്ത മട്ടിൽ നിന്ന മുഖ്യന് സ്വന്തമായി തന്നെ ഇപ്പോൾ അവമതിപ്പുണ്ടായിരിക്കാം. പല രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കയ്യിലെ കളിപ്പാവകളാകേണ്ട ഗതികേടും ഇതേ പോലീസ് സഹിച്ചു നിൽക്കുന്നുണ്ടെന്നത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അവരുടെ സ്വാതന്ത്ര്യത്തിനും അധികാരത്തിനും മുകളിൽ കരിനിഴലായി പല ബാഹ്യ ഘടകങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും പാസിംഗ് ഔട്ട് കഴിഞ്ഞ് സേനയിലേക്ക് ചേരുന്ന പുതിയ പോലീസുകാർക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറേണ്ടതും മര്യാദ പാലിക്കേണ്ടതും തങ്ങളുടെ ജോലിയിലുടനീളം പുലർത്തേണ്ട കർത്തവ്യമാണെന്ന ബോധം സേനയിലേക്ക് ചേരുന്ന പുതിയ പോലീസുകാർക്കെങ്കിലും ഉണ്ടാകട്ടെ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.